വാട്സപ്പ് നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾക്ക് ചിലരിലറിയാത്ത 5 ട്രിക്കുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുതരാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്നാ പിടിച്ചോ ട്രിക്ക് നമ്പർ 1. നമ്മുടെ കീപാഡിലെ സിമ്പിൾസിൽ തന്നെ അപ്പസ്ട്രോഫി ഇട്ടിട്ട് നമ്മൾ സ്പേസ് ഇടാതെ ഒരു സെൻറ്റൻസ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ഫുള്ളായിട്ടുള്ളൊരു സെൻറ്റൻസ് അടിച്ചു കൊടുത്തിട്ട് അപ്പസ്ട്രോഫി കംപ്ലീറ്റ് ചെയ്തിട്ട് സ്പേസ് ഇടാതെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ലെറ്റേഴ്സ് പുതിയൊരു ഫോണ്ടിലും അത് മാത്രമല്ലാതെ നമ്മൾ അടിച്ചിരിക്കുന്ന സെൻറ്റൻസിൽ തന്നെ ഒരു അണ്ടർലൈൻഡ് ആയിട്ടുള്ള ഒരു കളർ കൂടി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ട്രിക്ക് നമ്പർ 2. അടുത്തത് കീപാഡിൽ തന്നെ സ്റ്റാർ സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് സ്പേസ് ഇല്ലാതെ നമ്മളൊരു സെൻറ്റൻസ് അടിച്ചു കൊടുത്തിട്ട് അതേ സ്റ്റാർ സിമ്പിളോടുകൂടി അത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ബോൾഡായിട്ടുള്ള ലെറ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ട്രിക്ക് നമ്പർ 3. കീപാഡിലെ സിമ്പിൾസിലെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ അടിച്ചു കൊടുത്തിട്ട് സ്പേസ് കൊടുക്കുക, സെൻറ്റൻസ് അടിച്ചു കൊടുക്കുക. സെൻറ്റൻസ് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളടിക്കുന്ന സെൻറ്റൻസ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് വളരെ ഡിമ്മായിട്ട്, നമ്മൾ മുകളിൽ കണ്ടത് ബോൾഡായിട്ടുള്ള ലെറ്റേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഡിമ്മായിട്ടുള്ള ലെറ്റേഴ്സ്. ട്രിക്ക് നമ്പർ 4. നമ്മളുടെ കീപാഡിലെ സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സ്പേസ് കൊടുക്കുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് എന്നല്ല, നോർമലി അതിനെ പറയുന്നത് ബുള്ളറ്റ് എന്നാണ്. നമ്മൾ ഇത് സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സെൻറ്റൻസുകൾ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് സ്റ്റാർ ക്ലിക്ക് ചെയ്തിട്ട് സ്പേസ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ബുള്ളറ്റ് പോലെയുള്ള സിമ്പിൾസ് കിട്ടും. ട്രിക്ക് നമ്പർ 5. നമ്മളുടെ കീപാഡിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക, സ്പേസ് കൊടുത്തിട്ട് നമ്മളിപ്പോൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ എന്തെങ്കിലും നമ്മളിപ്പോൾ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒന്നടിച്ചിട്ട് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 2, 3, 4, 5 ആ രീതിയിൽ വരും. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്കിങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ 5ാമത്തെ ട്രിക്ക് ഇതാണ്. ഇതുപോലുള്ള ട്രിക്സ് നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.